ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. എഹെസ്കേൽ പ്രവചനം 22:30 വാക്യം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാൻ. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു തുടങ്ങിയ വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറിയതായ സന്ദർഭങ്ങൾ അനേക പ്രാവശ്യം ദൈവത്തിന്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ കടന്നു ചെന്നിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെയും കണ്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരെങ്കിലും ഒരാൾ ഇടിവിൽ നിന്ന് കരയുവാനുണ്ടെങ്കിൽ ദൈവം തന്റെ കോപം മാറ്റി കരുണയുടെ കരം നീട്ടുന്ന ദൈവമാണ്. മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ സന്ദർഭത്തില് ജനം അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ ആ ജനത്തെ മുഴുവനും നശിപ്പിച്ചു കളയുവാൻ, കൊന്നുകളയുവാൻ യഹോവയായ ദൈവം തന്റെ ക്രോധം മുഴക്കിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 32 അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു മോശ അവിടെ ദൈവസന്നിധിയിൽ വീണ് കിടന്നുകൊണ്ട് അവരെ നശിപ്പിക്കരുത് എന്ന് ഇടിവിൽ നിന്ന് കരയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ പശ്ചാത്തലത്തിൽ ദൈവം താൻ എടുത്ത തീരുമാനം മാറ്റുന്നതും തിരുത്തുന്നതും ഒക്കെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ഇടിവിൽ നിൽക്കുവാൻ തയ്യാറുണ്ടായെങ്കിൽ അന്നും ഇന്നും ഒരുപോലെ ദൈവം ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തതുപോലും തിരുത്തി തന്റെ കരുണയുടെ കരം തന്റെ ജനത്തിനു വേണ്ടി നീട്ടുന്നവനായ ദൈവമാണ്. ആദിമസഭ ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ തന്റെ ദാസന്മാർക്ക് കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് അപ്പസ്തോല പ്രവൃത്തികൾ 4:30 നമുക്ക് കാണുവാനായിട്ട് കഴിയും. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം ഈ നാമത്തിൽ നിങ്ങൾ അശേഷം മിണ്ടരുത് എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്ത സന്ദർഭത്തിലാണ് അവർ ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും അതേ സഭയുടെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വ്യക്തികളുടെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എന്നാൽ വേദനയോടെ പറയേണ്ടിയിരിക്കുന്നു, ആദിമ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാകുന്ന പ്രാർത്ഥനാ ജീവിതം വ്യക്തികളിൽ നിന്നും സഭകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ശത്രു തട്ടിമാറ്റിയിരിക്കുന്നു. പകരം അവൻ തലമുറകളെ ബന്ധിക്കുന്നു, സഭകളെ ബന്ധിക്കുന്നു. ഇതാണ് നമുക്ക് പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവകരങ്ങളിൽ പരിപൂർണമായ അനുതാപത്തോടെ ഏൽപ്പിച്ചു കൊടുത്താൽ എത്ര വലിയ പൈശാചിക കെട്ടുകളായിരുന്നാലും ബന്ധനങ്ങളായിരുന്നാലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തൽക്ഷണം പകർന്നുകൊണ്ട് അവിടുന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. അതെ, ആദ്യകാല പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരേണ്ട ജീവിതങ്ങൾ മടങ്ങി വരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കർത്താവിൻ
പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. തന്നുയിർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയിർത്തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടമെന്നീ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം താൻ മതിയാം. ഒന്നിനും തന്നിടമെന്നീ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം താൻ മതിയാം. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ.